തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ ഓക്സിജൻ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചു. വനിതാ അറ്റൻഡർ ഫാരിഷ ബീവിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് 2 മണിയോടെ കാഷ്വാലിറ്റിയിലായിരുന്നു അപകടം. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകി. സനിസ, എന്താണ് സംഭവിച്ചത്? എങ്ങനെ ഈ ഓക്സിജൻ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചു എന്നാണ് കരുതുന്നത്? ജിൽസി, ദിവ്യ, ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പ്രഷർ ഗേജ് ആണ് പൊട്ടിത്തെറിച്ചത്. ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. വനിതാ അറ്റൻഡർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. നെറ്റിയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവർ ഗുരുതരമായ പരിക്കല്ല എന്നാണ് പ്രാഥമിക നിഗമനം പറയുന്നത്. കൂടാതെ ഇവരിപ്പോൾ ട്രോമ ICUവിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. പൊതുവെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത് 3ാമത്തെ സംഭവമാണെന്ന് പറയാം. റിപ്പോർട്ട് ചെയ്ത 3ാമത്തെ സംഭവമാണെന്ന് പറയാം. 2025 മെയ്യിലും സമാനമായിട്ട് ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചിരുന്നു. ഒരു 21 വയസ്സുള്ള ഒരു അനസ്തേഷ്യ ടെക്നീഷ്യൻ ആയിരുന്നു അത്തരത്തിൽ പരിക്കേറ്റിരുന്നത്. ഇയാളും ICUവിൽ ചികിത്സയിൽ തുടർന്നതിന് ശേഷമാണ് ഒരു ചികിത്സയ്ക്ക് ശേഷമാണ് ഇയാളുടെ പരിക്കൊക്കെ പൂർണ്ണമായി മാറിയത്. കൂടാതെ തന്നെ 2025 മാർച്ചിലും സമാനമായ രീതിയിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിനും ഇത്തരത്തിൽ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ച് പരിക്കേറ്റിരുന്നു. ഇവരും ചികിത്സയ്ക്ക് ശേഷമാണ് ഇവർ ഗുണപ്പെട്ടു വന്നത്. ഇത്തരത്തിൽ ഫ്ലോ മീറ്റർ, ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവം സമാനമായിട്ട് 3ാമത്തെ വട്ടമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആവർത്തിക്കുന്നത്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിക്കുന്നത് എന്നതിലൊക്കെ എത്തുമ്പോൾ പല ഉപകരണങ്ങളും, മെഡിക്കൽ കോളേജിലെ പല ഉപകരണങ്ങൾക്കും കാലപ്പഴക്കമുണ്ട് എന്നതിലേക്കൊക്കെയാണ് എത്തുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ, പ്രതികരണങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. നഴ്സിംഗ് സ്റ്റാഫുകളിൽ നിന്നും അടക്കം അത്തരം പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. കൂടാതെ ഈ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചതുകൊണ്ട് നെറ്റിയിലും അതുപോലെ തന്നെ ഈ ഗ്ലാസ് ആയിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റിയിലും അതുപോലെ തലയോട്ടിക്കും ഒക്കെയാണ് ഇതുവരെ അപകടം പറ്റിയവർക്കൊക്കെ പരിക്ക് പറ്റിയിരിക്കുന്നത്. പലരും ട്രോമ ICUവിലും ഒക്കെ ചികിത്സയ്ക്ക് ശേഷമാണ് അവരുടെ ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇപ്പോൾ ഇന്ന് 3ാമതായിട്ടും വീണ്ടും ഒരാൾക്ക് കൂടി ഫാരിഷ ബീവി എന്ന് പറയുന്ന ഒരു അറ്റൻഡർക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റിരിക്കുന്നത്.